ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റിവിഷൻ വീഡിയോ മറ്റൊന്നുമായിട്ടല്ല. നമ്മളിൽ പലരും ഹൗസ് വൈഫായിട്ടുള്ള പലരും ഇപ്പോൾ പല പല കോഴ്സുകൾ പഠിക്കുന്നുണ്ട്, പല പല മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഞാനടക്കമുള്ള ഹൗസ് വൈഫ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഹൗസ് വൈഫ്സ് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ അത് എപ്പോഴും നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെ ഇൻട്രസ്റ്റും ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും എല്ലാം പരിഗണിച്ച് രൂപകൽപ്പന ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ. നമ്മൾ ഡെയിലി സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ പോലെയല്ല, നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ മക്കളെ നോക്കണം, ഫാമിലി, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ അതിനെല്ലാം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിലുള്ളൊരു സ്റ്റഡി പ്ലാൻ ആയിരിക്കണം നമുക്ക് തയ്യാറാക്കാൻ. അങ്ങനെ റെഡിയാക്കിയാൽ നമുക്കതൊരിക്കലും ഒരു മടുപ്പ് വരത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിർണ്ണയിക്കുക. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ പുതിയൊരു ഹോബീസ്, എക്സാമ്പിൾ ലൈക്ക് ടൈലറിങ്ങോ അതുപോലെ എംബ്രോയ്ഡറി വർക്കോ അതുപോലെയുള്ള എന്തെങ്കിലും പുതിയ ഒരു കഴിവുകൾ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ലാംഗ്വേജസ്, പുതിയ കോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ, എന്തിനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം നിർണ്ണയിക്കുക. ലക്ഷ്യങ്ങളെ നമ്മൾ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. നമ്മുടെ ലക്ഷ്യങ്ങളെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ളതാണ് ടൈം മാനേജ്മെൻറ്റ്, സമയക്രമീകരണം. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനിടയിലെല്ലാം അതിനും നമ്മുടെ പഠനത്തിനും സ്യൂട്ടബിളായിട്ടുള്ളൊരു ടൈമായിരിക്കണം നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പഠനത്തിന് മാറ്റിവെക്കുക. അത് നമ്മുടെ ഇഷ്ടം പോലെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ആക്കാം. ചിലർക്ക് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും ഇൻട്രസ്റ്റ്. ചിലർക്ക് മക്കളും വീട്ടുജോലികളെല്ലാം അടങ്ങിയതിന് ശേഷം രാത്രി ലേറ്റായിട്ട് ഒരുപാട് ടൈം പഠിക്കുന്നതായിരിക്കും ഇൻട്രസ്റ്റ്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് എത്ര മണിക്കൂറാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അത് നമ്മുടെ ഡെയിലി റൊട്ടീൻ. ഇനി അതുപോലെ തന്നെ നമുക്കൊരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. അതായത് ഒരാഴ്ചയിൽ ഇത്ര ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ചില ദിവസങ്ങൾ ആഴത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസിന് വേണ്ടി മാറ്റിവെക്കുക. ചില ദിവസങ്ങളിൽ നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ചില ദിവസങ്ങളിൽ എക്സാംസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതുപോലെ ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ കാലണ്ടർ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച് പഠന സമയം വളരെ ലളിതമായ രൂപത്തിൽ ക്രമീകരിക്കാം. മൂന്നാമതായിട്ടാണ് ചൂസ് യുവർ സ്റ്റഡി ടോപ്പിക്സ്. നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്റ്റഡി ടോപ്പിക്സ്, നമ്മുടെ പഠന വിഷയങ്ങൾ നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഇത്ര മണിക്കൂർ ഈ സബ്ജക്റ്റ്, ബാക്കിയുള്ള ശനി ഞായർ ദിവസങ്ങളിൽ ഇത്ര ടൈം ഈ സബ്ജക്റ്റ്. അങ്ങനെ നമ്മുടെ ടൈമും നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 1 മണിക്കൂർ രാവിലെ 1 മണിക്കൂർ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതിനിടയിൽ ഒരു 30 മിനിറ്റ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ ലേഖനങ്ങളോ നിലവിലെ സംഭവങ്ങളോ ന്യൂസ് പേപ്പറോ അതുപോലെയുള്ള വായനക്കായിട്ട് മാറ്റിവെക്കുക. പിന്നെ അതുപോലെ ഒരു 30 മിനിറ്റ് നിങ്ങൾ എന്തെങ്കിലും ഹോബീസോ, ഗാർഡനിങ്ങോ അതുപോലെ എന്തെങ്കിലും എംബ്രോയ്ഡറി വർക്കോ കാര്യങ്ങളോ സ്റ്റിച്ചിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇതെല്ലാം വീട്ടു ജോലികൾക്ക് പുറമേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങൾ വിലയിരുത്തുക, ഒന്ന് റിവിഷൻ നടത്തുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെയെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മൾ
ഡെയിലി അങ്ങനെ പഠിച്ചു പോകുന്നതിനേക്കാളും എപ്പോഴും നമുക്ക് എഫക്റ്റീവാണ് നമ്മൾ ഒരു ബ്രേക്ക് എടുത്ത് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് കാലത്തേക്കൊന്നും നമ്മുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കില്ല. അത് നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു ശീലമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ മൈൻഡിലും നമ്മുടെ ബ്രെയിനിലും അത് സെറ്റ് ആവുള്ളൂ. സോ നമ്മളൊരു റെഗുലർ റിവിഷന് വേണ്ടിയിട്ടുള്ളൊരു ടൈമും ഈ സ്റ്റഡീസിൻ്റെ ഇടയിൽ മാറ്റിവെക്കണം. അതുപോലെ നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററികൾ കാണുക, അതുപോലെയുള്ള മറ്റുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, ഇതെല്ലാം അതല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളൊക്കെ കേൾക്കുക, ഇതെല്ലാം നമുക്ക് വളരെ യൂസ്ഫുള്ളായി വരും. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൗകര്യപ്രദമായൊരു പഠനം മുന്നോട്ട് നയിക്കുക എന്നുള്ളത്. നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഒരുമിച്ച് ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും എഫക്റ്റീവാണ് ഇടയ്ക്കിടയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രേക്സ് കൊടുക്കുക എന്നുള്ളത്. സ്റ്റഡീസ് പറയുന്നുണ്ട് അരമണിക്കൂർ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനിടയിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക്, ദെൻ എഗെയിൻ നമ്മളൊരു ഹാഫ് ആൻ അവർ പഠിക്കാനിരിക്കുക, ദെൻ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്കിൽ നമുക്ക് ബ്രേക്ക് ഒത്തിരി അങ്ങോട്ട് നീണ്ടു പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വെള്ളം കുടിക്കാം, പിന്നെ നമ്മളതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം, ഒന്ന് ഫ്രഷപ്പ് ആവാം. ഒരിക്കലും നമ്മൾ ബ്രേക്ക് ടൈമിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി ചെല്ലുകയോ ചെയ്യരുത്. സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ ഓണാക്കിയാൽ പിന്നെ നമ്മുടെ ബ്രേക്ക് നീണ്ടു പോകും, പഠനം അവിടെ സ്റ്റോപ്പാകും. സോ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ പഠനം നമ്മളെ ഫാമിലി റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ക്രമീകരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പഠനം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. സോ ഒരാൾക്ക് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എത്രത്തോളം കിച്ചൺ ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. സോ ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് വേണം നമ്മൾ തന്നെ നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്യാനായിട്ടുള്ളത്. ഒരാൾക്കും മറ്റൊരാളുടെ എസ്പെഷ്യലി നമ്മൾ ഹൗസ് വൈഫ്സിൻ്റെ കാര്യത്തിൽ ടൈം ഷെഡ്യൂളോ അല്ലെങ്കിൽ ഒരു ടൈം ടേബിളോ ഫിക്സ് ചെയ്ത് തരാൻ പറ്റില്ല. കാരണം ഓരോ പേഴ്സണും യുണീക്കാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, മറ്റ് കാര്യങ്ങളെല്ലാം നിർവഹിക്കാനുണ്ട്. സോ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് അതിനുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് എസ്പെഷ്യലി നമ്മുടെ ഉറക്കം, മറ്റുള്ള എൻജോയ്മെൻറ്റിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും സാഹചര്യങ്ങൾക്കിടയിലും പഠനത്തിനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ മനസ്സ്, അല്ലേ? സോ നമ്മളെപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും സെൽഫ് കെയറും എടുക്കണം. നമ്മൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങി നമ്മുടെ ഹെൽത്തോ മറ്റുള്ള കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ പോകരുത്. എപ്പോഴും നമ്മുടെ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ഏത് ചെറിയ ചെറിയ വിജയങ്ങളും ഹാപ്പിനെസ്സും നമ്മെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ ആഘോഷിക്കണം. ഇപ്പം നമ്മളൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു, അതിൽ നമ്മൾ മുന്നേ അറ്റൻഡ് ചെയ്ത മോക്ക് ടെസ്റ്റിനേക്കാളും നമുക്ക് 2 മാർക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ അതിലും നമ്മളൊരു ഹാപ്പിനെസ് കാണിക്കണം. കാരണം നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അല്ലേ? അതാണത് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്തോ, എക്സാമിന് നമുക്ക് മുന്നേ എഴുതിയ എക്സാമിനേക്കാളും 1 മാർക്കാണ്, അറ്റ്ലീസ്റ്റ് ഈവൻ 1 മാർക്കാണ് നമുക്ക് കൂടുതലായി വന്നത് എങ്കിലും നമ്മളത് എൻജോയ് ചെയ്യണം. നമ്മളതൊരു ഹാപ്പിനെസ് ആയിട്ട് കണക്കാക്കണം. കാരണം നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആ 1 മാർക്ക് എക്സ്ട്രാ വന്നത്, അല്ലേ? സോ നമ്മൾ ഏതൊരു ചെറിയ വിജയത്തിൽ കൂടി നമ്മൾ ആഘോഷിക്കണം. ഇനി ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പ്രചോദനം നൽകുന്ന കുറച്ച് മോട്ടീവ് ചിന്തകൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുക. ഇപ്പോൾ നമ്മളൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവണമെങ്കിൽ നമ്മുടെ പഠനത്തിൻ്റെയും ശ്രമത്തിൻ്റെയും നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെയും ലക്ഷ്യത്തെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിർവചിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പഠിക്കുന്നത് എൻ്റെ പഠനം എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി മെച്ചപ്പെടുത്തുമെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ചിലർക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക.
ലക്ഷ്യങ്ങൾ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന സന്തോഷവും ഗുണഫലങ്ങളും നമ്മളെപ്പോഴും മനസ്സിൽ വരച്ചു നോക്കണം. നമ്മളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ നമ്മൾ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായി ഗ്രാജുവേഷൻ സെറിമണിയിൽ നമുക്ക് വലിയൊരു അവാർഡ് ലഭിക്കുകയാണ് എന്നതുപോലെയുള്ള വലിയ വലിയ ഡ്രീംസ് നമ്മളെപ്പോഴും കാണണം. അത് എപ്പോഴും നമ്മളെ സെൽഫ് മോട്ടീവായിട്ടിരിക്കാനും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് നമ്മുടെ സമയത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. ചെറിയ മിനിറ്റുകൾ പോലും ഉപയോഗപ്പെടുത്തുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീനിങ്ങിൻ്റെ ടൈമിലൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ്സുകൾ കേൾക്കാം. ഫ്രീ ടൈമിൽ ആ കേട്ട ക്ലാസ്സിൻ്റെ നോട്ട്സുകളെല്ലാം റെഡിയാക്കാം. പോഡ്കാസ്റ്റുകൾ കേൾക്കാം. ഓക്കെ, അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞു ടൈം പോലും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഉറക്കുന്ന സമയമെല്ലാം ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ് കേൾക്കാം. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ മെത്തേഡ്. മൂന്നാമതായിട്ട് സ്വയം സംതൃപ്തി കണ്ടെത്തുക. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ വിജയവും നമ്മൾ ശ്രദ്ധിക്കുക, ആഘോഷിക്കുക. ഒരു ചോദ്യമോ ഒരു പാഠമോ മനസ്സിലാക്കിയത് ഒരുപാട് മുന്നേറ്റമാണ് അല്ലേ? നമ്മുടെ ഇത്രയും സാഹചര്യങ്ങൾക്കിടയിൽ നിന്നും നമുക്ക് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നമ്മുടെ തന്നെ ഒരു കഴിവാണ്. അതിൽ നമ്മൾ സെൽഫ് ഹാപ്പിനെസ് കണ്ടെത്തുക. നമ്മൾ പഠിക്കുന്നതിനായിട്ട് നടത്തുന്ന ഓരോ പരിശ്രമവും നമ്മളിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നമ്മൾ നമ്മുടെ വിജയത്തിൻ്റെ ഉന്നതിയിലെത്തും എന്ന് നമ്മൾ ദീർഘമായി വിശ്വസിക്കുക. നാലാമതായിട്ട് ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ആഘോഷിക്കുക. പരിമിതികളുള്ള സമയത്ത് പഠനം തുടരുന്നത് തന്നെ ഒരു വിജയമാകുന്നു അല്ലേ? നമ്മെപ്പോലെ എത്രയോ വീട്ടമ്മമാരുണ്ട്, എന്തേ അവർക്കും പഠിച്ചുകൂടെ? പക്ഷെ അവരെക്കാളെല്ലാം സ്പെഷ്യലാണ് നമ്മൾ. നമുക്ക് എന്തോ സ്പെഷ്യലായിട്ടുള്ള കഴിവുകളുണ്ട്. അതാണ് ഇത്രയും സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാനായിട്ട് മുന്നോട്ട് വരാൻ നമ്മുടെ മനസ്സ് നമ്മെ തോന്നിപ്പിച്ചത്. സോ നമ്മൾ ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ പഠനം തുടരുന്നത് നമ്മുടെ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുക. ആ വിജയത്തിൽ നിന്ന് തന്നെയാവട്ടെ നമ്മുടെ ഓരോ തുടക്കവും. അതിനിടയിൽ തന്നെ നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും പ്രചോദനമാകുന്ന രൂപത്തിലാക്കുക. അഞ്ചാമതായിട്ട് നമുക്ക് പ്രചോദനം നൽകുന്ന കഥകൾ കേൾക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക. നമ്മെപ്പോലെ തന്നെ പഠനത്തിനായി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഡെയിലി കാണാവുന്നതാണ്, കേൾക്കാവുന്നതാണ് അല്ലേ? അപ്പോൾ അത്തരം അനുഭവങ്ങളെല്ലാം നമ്മൾ കേൾക്കുക. അതെല്ലാം നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകുന്നതാണ്. അവരുപയോഗിച്ച മാർഗങ്ങൾ, അവർ പിന്തുടർന്നു വന്ന പാത, ഇതെല്ലാം നമുക്കും സ്വീകരിക്കാവുന്നതാണ്. പഠനം ഒരു ചുമതലയല്ല, അതൊരു സ്വപ്നമായിരിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ പഠനത്തിന് ഒരു പ്രവർത്തനമോ ബാധ്യതയോ ആയി കാണാതെ നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു പടിയാണെന്ന്, ആശ്വാസകരമായ പ്രവർത്തനമാണെന്ന് നമ്മൾ കരുതണം അല്ലേ? നമ്മൾ ഇത്രയും സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടും പഠിക്കാൻ ഇറങ്ങി തിരിച്ചത് അത് നമ്മുടെ ഒരു ചുമതലയായിട്ടല്ല, നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറാനാണ്. സോ നമ്മുടെ സ്വപ്നങ്ങളെ വലവീശി പിടിക്കുന്ന കൂട്ടരാവണം നമ്മൾ. എപ്പോഴും മോട്ടിവേഷൻ വാക്കുകൾ കേൾക്കുക. നമ്മുടെ നല്ല നാളുകൾ ഇനി വരാനിരിക്കുന്നതാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ചില ചെറിയ വഴികൾ അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മുടെ കുഞ്ഞു വിജയങ്ങളെല്ലാം നമ്മളൊരു നോട്ടിൽ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ കുറിക്കുക. നമ്മുടെ അനുഭവങ്ങൾ കൂട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ നമ്മെപ്പോലെ കഠിനാധ്വാനം ചെയ്യുന്ന പഠിക്കുന്നവരുമായിട്ടോ നമ്മൾ ഷെയർ ചെയ്യുക. നമ്മുടെ വിജയങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആഘോഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ എക്സാമിനേക്കാളും നമുക്ക് 1 മാർക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ അത് നമ്മുടെ ഒരു വിജയമാണ്. അത് നമ്മൾ ആ കിട്ടിയ ഉടനെ തന്നെ ആഘോഷിക്കുക. അത് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്, കൂടുതൽ പഠിക്കാനുള്ളൊരു മൈൻഡ് തരും. സോ കുഞ്ഞു വിജയങ്ങൾ കൂടി നമ്മൾ ആഘോഷിക്കാൻ മറക്കരുത്. ഞാൻ സ്വീകരിച്ച ഒരുപാട് വഴികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.